LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾക്ക് തുടക്കമായി. 6 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള കൺവെൻഷൻ ഇന്ന് നടന്നു. ആറ്റിങ്ങലിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ആലപ്പുഴയിൽ VS അച്യുതാനന്ദനും തൃശൂരിൽ കാനം രാജേന്ദ്രനും കൺവെൻഷനുകൾ ഉദ്ഘാടനം ചെയ്തു. 14-ാം തീയതിയോടെ 20 മണ്ഡലങ്ങളിലെയും കൺവെൻഷനുകൾ പൂർത്തിയാക്കി പ്രചാരണത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ഇടതുമുന്നണി പ്രചാരണ പരിപാടികളിലും മേൽക്കൈ നേടാനുള്ള നീക്കത്തിലാണ്. ആറ്റിങ്ങൽ, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് മണ്ഡലങ്ങളിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. ആറ്റിങ്ങൽ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിന് നേരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. തൊഴിലാളി ദ്രോഹം, കർഷക ദ്രോഹം, എല്ലാ ജനങ്ങൾക്കും ദ്രോഹം, ജനാധിപത്യത്തിന് ഭീഷണി, മതനിരപേക്ഷതയെ അപകടപ്പെടുത്താനുള്ള നീക്കങ്ങൾ, ഇത്തരത്തിലുള്ള ഒരു കൂട്ടർ ഇനിയും അധികാരത്തിൽ വന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും എന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. നരേന്ദ്രമോദിയുടെ ഭരണം തുടർന്നാൽ ജനാധിപത്യം തകരുമെന്ന് ആലപ്പുഴ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച VS അച്യുതാനന്ദൻ കുറ്റപ്പെടുത്തി. നരേന്ദ്രമോദി കേവലം ഒരു കമ്മീഷൻ ഏജന്റ് മാത്രമാണ്. തീവ്ര ഹിന്ദുത്വ ശക്തികളുടെ കയ്യിലെ കളിപ്പാവയാണ് ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. എറണാകുളത്ത് P. രാജീവിന്റെ മണ്ഡലം കൺവെൻഷൻ MA ബേബിയും തൃശൂരിൽ രാജാജി മാത്യു തോമസിന്റേത് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും ഉദ്ഘാടനം ചെയ്തു. മലപ്പുറത്ത് LDF കൺവീനർ A. വിജയരാഘവനും കോഴിക്കോട് MP വീരേന്ദ്രകുമാറുമാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. 14-ാം തീയതിയാണ് LDF കൺവെൻഷനുകൾ അവസാനിക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 തിരുവനന്തപുരം.